ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാർ അഭിഭാഷകരുടെയും പ്രോസിക്യൂട്ടർമാരുടെയും നിയമനങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാകരുതെന്ന് സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച്. ഇന്ധനവില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പാചകവാതക ഗ്യാസിന് പകരം വേറെ എന്തെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്ന് CMP സംസ്ഥാന സെക്രട്ടറി CN വിജയകൃഷ്ണൻ. ഷീല കറവച്ചാലിൽ രചിച്ച അർജുൻ എന്റെ മകൻ പുസ്തക പ്രകാശനം ജൂൺ 13 കണ്ണാടിക്കളിൽ. ഈ മൊയ്തു മൗലവി മ്യൂസിയം ദേശീയ ചരിത്ര മ്യൂസിയമാക്കണമെന്ന് സാഹിത്യകാരൻ UK കുമാരൻ. മുച്ചിറി മുറിയണ്ണാക്ക് സൗജന്യ ശസ്ത്രക്രിയ ക്യാമ്പ് ജൂൺ 21 കോഴിക്കോട്ട് വണ്ടിപ്പേട്ടയിൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സർക്കാർ അഭിഭാഷകരുടെയും പ്രോസിക്യൂട്ടർമാരുടെയും നിയമനങ്ങൾ രാഷ്ട്രീയ പരിഗണന മാത്രം നോക്കിയാകരുതെന്നും മെറിറ്റ് നോക്കിയാകണമെന്നും സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ഇതുൾപ്പെടെ നിരവധി വസ്തുതകൾ ചൂണ്ടിക്കാണിച്ച് CCSR പുതിയ സർക്കാരിന് നിവേദനം സമർപ്പിച്ചു. സർക്കാരിനെ വിമർശിക്കലോ അല്ലെങ്കിൽ സർക്കാരിന്റെ ചെയ്തികളെ ചോദ്യം ചെയ്യലോ അല്ല ഞങ്ങളുടെ ലക്ഷ്യം. ആത്യന്തികമായി അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമ്മളെപ്പോഴും ഒരു പ്രേരക ശക്തി പോലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ആ തെറ്റുകൾ തിരുത്താൻ വേണ്ടി സർഗാത്മകമായിട്ടും ക്രിയാത്മകമായിട്ടും അതിന് പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് എടുക്കുന്നത്. അല്ലാതെ നമ്മളൊരു സർക്കാർ അധികാരത്തിൽ വന്നു ഉടനെ തന്നെ നിങ്ങൾ വിമർശനങ്ങളുമായി വന്നിരും എന്നൊരു ധാരണ ഉണ്ടാകാൻ പാടില്ല. നിയമവും കോടതി വിധികളും ഭരണഘടനാ മൂല്യങ്ങളും അവഗണിച്ചുകൊണ്ടോ അവയെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടോ ബന്ധപ്പെട്ടവരിൽ നിന്നും നടപടിയുണ്ടായാൽ അതിനെതിരെ പൊതുസമൂഹത്തിൽ നിന്നും പ്രതികരണം ഉണ്ടാകേണ്ടത് സാർത്ഥകമായ ജനാധിപത്യത്തിനും ജനാധിപത്യ ഭരണക്രമത്തിനും അത്യന്താപേക്ഷിതമാണെന്നും അത്തരം വിലയിരുത്തലിലാണ് CCSR വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഓരോ മന്ത്രിമാരുടെയും വകുപ്പുകളിൽ ആവശ്യത്തിലധികം സ്റ്റാഫിനെ നിയമിക്കുന്നതും അതുമൂലമുണ്ടാകുന്ന അധിക ചെലവും പരമാവധി കുറയ്ക്കണം. ആവശ്യമായ സ്റ്റാഫിനെ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമിക്കണം. തെരുവ് നായ ശല്യത്തിന് എതിരെ ശാശ്വത പരിഹാരത്തിനായി സുപ്രീം കോടതി വിധി കർശനമായി നടപ്പാക്കണം. മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായ രീതിയിൽ നിറവേറ്റണം തുടങ്ങിയ നിരവധി ആവശ്യങ്ങളും CCSR നിവേദനത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങളിൽ ഉചിതമായ നടപടിയുണ്ടായില്ലെങ്കിൽ ഭരണഘടനാ പഠന ഗവേഷണ കേന്ദ്രം കോടതിയെ സമീപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ഡോക്ടർ MM ബഷീർ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, വൈസ് ചെയർമാൻ MD ജോസ്, എക്സിക്യൂട്ടീവ് അംഗം ഹരിദാസൻ പാലയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഈ മൊയ്തു മൗലവി മ്യൂസിയം ദേശീയ ചരിത്ര മ്യൂസിയമാക്കണമെന്ന് സാഹിത്യകാരൻ UK കുമാരൻ. ഈ മൊയ്തു മൗലവി അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഈ മൊയ്തു മൗലവിയുടെ പേരിലുള്ള കോഴിക്കോട്ടെ മ്യൂസിയം നശോന്മുഖമായിക്കൊണ്ടിരിക്കുന്നത് മൊയ്തു മൗലവിയോട് കാണിക്കുന്ന അനാദരവും ചരിത്രത്തോട് കാണിക്കുന്ന നന്ദികേടുമാണെന്ന് പ്രശസ്ത സാഹിത്യകാരൻ UK കുമാരൻ പറഞ്ഞു. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്ഥിരാകേന്ദ്രമായിരുന്ന കോഴിക്കോട് 2011 സ്ഥാപിച്ച മൊയ്തു മൗലവി മ്യൂസിയം ഒരു ദേശീയ ചരിത്ര മ്യൂസിയമാക്കാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിൽ മതേതരത്വവും സമുദായ സൗഹാർദ്ദവും വളർത്താൻ ഒരു നൂറ്റാണ്ടിന്റെ സാക്ഷിയായിരുന്ന മൊയ്തു മൗലവി അത്യധ്വാനം ചെയ്ത കാര്യം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വെറും കൈയോടെ രാഷ്ട്രീയത്തിൽ വന്ന് വെറും കൈയോടെ മൺമറഞ്ഞു പോയ അദ്ദേഹത്തിന്റെ ജീവിതം യുവതലമുറ മാതൃകയാക്കണമെന്ന് UK കുമാരൻ അഭിപ്രായപ്പെട്ടു. ഈ മൊയ്തു മൗലവി അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മിഠായി തെരുവ് ഖാദി എംപോറിയം ഹാളിൽ നടന്ന അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ പത്രം എവിടെയാണ് എന്ന് അറിയാൻ വേണ്ടി
അനുസ്മരണ സമിതി ചെയർമാൻ MK ബീരാൻ അധ്യക്ഷത വഹിച്ചു. KPCC ഇൻഡസ്ട്രീസ് സെൽ സംസ്ഥാന ചെയർമാൻ നിസാർ പുനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. അനുസ്മരണ സമിതി കൺവീനർ M സതീഷ് കുമാർ, MP രാമകൃഷ്ണൻ, TK അബ്ദുൽ അസീസ്, AK മുഹമ്മദ് അലി, അഡ്വക്കേറ്റ് ബോണി വർഗീസ്, KC അബ്ദുൾ റസാഖ്, KV ആലിക്കോയ, KP സക്കീർ, NV ഇഫ്തിഖാറുദ്ദീൻ, T അബ്ദുൾ ഷുക്കൂർ, അംജദ് അമ്പലപ്പള്ളി, V സദാനന്ദൻ, KP ശ്രീകുമാർ, T സജീഷ് കുമാർ, AP സുധാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ധനവില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പാചകവാതക ഗ്യാസിന് പകരം മറ്റെന്ത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്ന് CMP സംസ്ഥാന സെക്രട്ടറി CN വിജയകൃഷ്ണൻ. ജനദ്രോഹ നടപടിക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെയും പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവിനെതിരെയും CMP കോഴിക്കോട് ഏരിയ കമ്മിറ്റി ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന സെക്രട്ടറി CN വിജയകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ധനവില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പാചക ഗ്യാസിന് പകരം മറ്റെന്ത് എന്ന് നമ്മൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഏതായാലും നമ്മൾ മാറണം എന്നാണ്. 20 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഗ്യാസ് വന്നത്. സിറ്റി സർവീസ് സഹകരണ ബാങ്ക് കോഴിക്കോട് തുടങ്ങിയപ്പോഴാണ് ഗ്യാസ് അന്നത്തെ കോർപ്പറേഷനിലെ ഏകദേശം 10,000 ആളുകൾക്ക് ഒറ്റയടിക്ക് ഗ്യാസ് കണക്ഷൻ കൊടുത്തത്. അതൊരു അത്ഭുതമായിരുന്നു. അത് ക്യൂ നിൽക്കുകയായിരുന്നു. ഒരു ജൂൺ മാസത്തിലാണ് അത് തുടങ്ങിയത് എന്നാണ് എന്റെ ഒരു തോന്നൽ അങ്ങനെയാണ്. പക്ഷെ അതുവരെ വിറക് കൊണ്ടുപോയി കത്തിച്ച് ആയിരുന്നു നമ്മൾ നടത്തിയിരുന്നത്. അതിൽ നിന്നൊക്കെ നമ്മൾ മാറി ഇത് ഗ്യാസൊക്കെ എന്നും നമുക്ക് സുലഭമായി കിട്ടുമെന്ന് നമ്മൾ ധരിച്ചു. നമ്മളുടെ ആളുകൾ മുഴുവൻ ഗ്യാസിലേക്ക് പോയി. ഇനി എന്തിലേക്ക് പോകണം എന്ന് ആലോചിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ജില്ലാ സെക്രട്ടറി P ബാലഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. A അബ്ദുൽ അസീസ്, കായക്കൽ അഷ്റഫ്, ചാലിൽ മൊയ്തീൻ കോയ, VV രവീന്ദ്രൻ, മനോജ് കുമാർ മേനോത്ത്, സച്ചിൻ പതിയേരി, സുനിത പാലാട്ട്, ഗോപാലകൃഷ്ണൻ, V സജീവ്, ദിനേശ് കുന്നഞ്ചേരി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ചിത്രകാരി നിപുണ ശശിധരന്റെ മ്യൂറൽ ചിത്ര പ്രദർശനം ലളിതകല അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു. 25 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. അഭിലാഷ് തിരുവോത്ത് ഉദ്ഘാടനം ചെയ്തു. അത്തോളി സ്വദേശിനി നിപുണ ശശിധരൻ റെയിൽവേയിൽ നിന്നും വിരമിച്ച ശേഷമാണ് ചുമർ ചിത്രകലയിൽ പരിശീലനം നേടിയത്. കക്കോടി അനശ്വര ചിത്രകലാ വിദ്യാലയത്തിലെ ഷിനോദ് കുമാറിന്റെ കീഴിലാണ് മ്യൂറൽ ചിത്രകല പഠനം. 2 വർഷങ്ങൾ കൊണ്ട് നിപുണ വരച്ച ചിത്രങ്ങളാണ് അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ പ്രദർശിപ്പിച്ചത്. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം അഭിലാഷ് തിരുവോത്ത് നിർവഹിച്ചു. പ്രദർശനത്തോടൊപ്പം തത്സമയ ചിത്രം വരയ്ക്കുന്നുമുണ്ട് നിപുണ ശശിധരൻ. റിട്ടയർമെന്റ് ജീവിതത്തിൽ എഴുത്തിനോടൊപ്പം ചിത്രം വരയും കൂടി കൂട്ടാവുകയാണ് നിപുണ ശശിധരന്. ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ചെറിയ മോഹമുണ്ടായിരുന്നു മ്യൂറൽ പഠിക്കണമെന്ന്. പക്ഷേ സ്കൂളിൽ ചിത്രം വരച്ചതല്ലാണ്ട് പിന്നെ ബോർഡിൽ റെക്കോർഡ് വരച്ചതല്ലാണ്ട് എനിക്ക് ചിത്രകല പരിചയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അനശ്വര ചിത്രകലാ വിദ്യാലയത്തിലെ ഷൺമുഖ് മാഷ ഗൈഡൻസിലാണ് ഇത് 2024 ഏപ്രിലിൽ പഠിക്കാൻ തുടങ്ങിയത്. ഇത് മാത്രമല്ല, ഞാനൊരു
എൻട്രൻസ് ബാഡ്മിൻ്റൺ പ്ലെയറാണ്. പിന്നെ ഞാനൊരു ഹിന്ദി കവിതാ സമാഹാരം ഭാഷാ സമന്വയ വേദിയുടെ വെച്ച് ഡൽഹിയിൽ വെച്ചിട്ട് 2024 റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ റിട്ടയർമെൻറ്റ് പാഷൻസാണ്. ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞാൻ തീരുമാനം. ചിത്ര പ്രദർശനം മെയ് 14 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഷീല കറവച്ചാലിൽ രചിച്ച അർജുൻ എന്റെ മകൻ എന്ന പുസ്തകം ജൂൺ 13 പ്രകാശനം ചെയ്യും. കണ്ണാടിക്കലിൽ നടക്കുന്ന ചടങ്ങിൽ എം മുകുന്ദനിൽ നിന്നും എം വി ശ്രേയാംസ് കുമാർ പുസ്തകം സ്വീകരിക്കും. രാഷ്ട്രീയ, സാഹിത്യ, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ സംബന്ധിക്കും. കർണാടകയിലെ ഷിരൂരിൽ 2024 ജൂലൈയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ മകൻ അർജുനു വേണ്ടി കാത്തിരുന്ന അനുഭവം അമ്മ ഷീല കുറവച്ചാലിൽ എഴുതുന്ന പുസ്തകമാണ് അർജുൻ എന്റെ മകൻ എന്ന പുസ്തകം. അർജുൻ എന്ന ട്രക്ക് ഡ്രൈവർക്ക് വേണ്ടി ഷിരൂരിലെ ഗംഗാവലി നദിയിൽ തിരച്ചിൽ നടത്തിയ ദിവസങ്ങളിൽ അർജുന്റെ അമ്മയും കുടുംബവും കടന്നുപോയ അനുഭവങ്ങളുടെ ഹൃദയസ്പർശിയായ വിവരണമാണ് പുസ്തകമെന്ന് പ്രസാധകർ പറഞ്ഞു. കേരള വിഷൻ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിന്റെ പ്രകാശനം ജൂൺ 13 അർജുന്റെ നാടായ കോഴിക്കോട്ടെ കണ്ണാടിക്കലിൽ നടക്കും. ചടങ്ങിൽ എം മുകുന്ദൻ പ്രകാശനം നിർവഹിക്കും. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ് കുമാർ പുസ്തകം ഏറ്റുവാങ്ങും. എം കെ രാഘവൻ എം പി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും. ഗോവ മുൻ ഗവർണർ അഡ്വക്കേറ്റ് പി എച്ച് ശ്രീധരൻ പിള്ള മുഖ്യാതിഥിയായി പങ്കെടുക്കും. കാർവാർ MLA സതീഷ് സെയിൽ, ദുരിതാശ്വാസ പ്രവർത്തകൻ ഈശ്വർ മൽപേ എന്നിവരും ചടങ്ങിൽ സംബന്ധിക്കും. വാർത്താസമ്മേളനത്തിൽ കേരള വിഷൻ പബ്ലിക്കേഷൻസ് എഡിറ്റർ NE ഹരികുമാർ, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ നിസാർ ബാബു, COA പ്രസിഡന്റ് T വാസുദേവൻ, ജില്ലാ സെക്രട്ടറി വിനോദ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. സാധാരണ പുസ്തകം എന്ന രീതിയിൽ ഇതിനെ സമീപിക്കരുത്. ഇത് കേരളത്തിലെ ഒരു പൊതു മനസ്സിന്റെയും പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തനത്തിന്റെയും പ്രവർത്തകരുടെയും ഒരു സജീവമായ പങ്കാളിത്തം ഉണ്ടായ ഒരു പുസ്തകം, ഒരു സംഭവമാണ്. അതിന്റെ പൂർണ്ണ ഒരു രേഖപ്പെടുത്തൽ, ഒരു അക്നോളജ്മെന്റ് തീർച്ചയായിട്ടും ഈ പുസ്തകത്തിലുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ടാഗോർ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന റഹ്മ കരീമിന്റെ ഓർമ്മകൾ ഓളങ്ങളിലൂടെ എന്ന പുസ്തകത്തിന്റെ കവർ പേജ് പ്രകാശനം ചെയ്തു. മാധ്യമ പ്രവർത്തകൻ P അനിൽ എഴുത്തുകാരൻ ഡോക്ടർ ആർസുവിന് നൽകി പ്രകാശനം നിർവഹിച്ചു. കനോലി കനാലിനെയും ചാലിയാറിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ജീവിതഗന്ധിയായ സൃഷ്ടിയാണ് റഹ്മ കരീം എഴുതിയ ഓർമ്മകളുടെ ഓളങ്ങളിലൂടെ എന്ന പുസ്തകം. പുസ്തകത്തിന്റെ കവർ പേജ് പ്രകാശനം എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ P അനിൽ നിർവഹിച്ചു. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ ആർസു ഏറ്റുവാങ്ങി. ഒന്നും ഇങ്ങനെ എഴുതാം, പുത്തനൊരു വര, കുറിയ വര, ഒന്നായി നന്നായി, വളവും വേണ്ട, ചെരിവും വേണ്ട, ഇഴിവും വേണ്ട, ഒന്നായി നന്നായി, നന്നായി നിന്നാൽ ഒന്നായി, ഒന്നായി നിന്നാൽ ടാഗോർ ഫൗണ്ടേഷൻ രൂപീകരിക്കപ്പെട്ട് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വ്യത്യസ്തമായ മേഖലകളിൽപ്പെട്ട പുസ്തകങ്ങൾ നമുക്ക് പുറത്തിറക്കാൻ സാധിച്ചിട്ടുണ്ട്. ചടങ്ങിൽ ടാഗോർ പബ്ലിക്കേഷൻസ് ചീഫ് എഡിറ്റർ നെല്ലിയോട്ട് ബഷീർ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ ഹസൻ തിക്കൊടി മുഖ്യാതിഥിയായിരുന്നു. ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് RJ സജിത്ത, ടാഗോർ ഫൗണ്ടേഷൻ ഡയറക്ടർമാരായ K റഹിയാന ബീഗം, ബഷീർ അനക്കിണർ, ഗ്രന്ഥകാരി റഹ്മ കരീം, സക്കീർ ഫറൂഖ്, കടലുണ്ടി പഞ്ചായത്ത് അംഗം ലുബന്ന ബഷീർ, സത്താർ പൈക്കാട്, P ബഷീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free.
Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കുറ്റ്യാടി MIUP ടാഗോർ പ്രീ പ്രൈമറി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ആടിയും പാടിയും പ്രവേശനോത്സവം കുരുന്നുകൾക്ക് വേറിട്ട അനുഭവമായി. കുറ്റ്യാടി MIUP സ്കൂളിന്റെ KG വിഭാഗമായ ടാഗോർ പ്രീ പ്രൈമറി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പ്രവേശനോത്സവം കുട്ടികൾക്ക് വേറിട്ടൊരു അനുഭവമായി. സോഷ്യൽ മീഡിയ ഫെയിം ടിൻറ്റുമോൾ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. P. ജമാൽ മാസ്റ്റർ ആമുഖ പ്രസംഗം നടത്തി. പ്രിൻസിപ്പൽ മേഴ്സി ജോസ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് CH ഷെരീഫ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മാനേജർ KP അബ്ദുൽ മജീദ്, PTA വൈസ് പ്രസിഡന്റ് ജിതിൻ, MPTA പ്രസിഡന്റ് സറീന, രമ്യ, നാസർ തയ്യുള്ളതിൽ, V. ബാബു, KPR ഹഫീഫ്, P. സാജിദ്, ലൈല, അനുപം ജെയിംസ്, M. ഷഫീഖ്, അഫീഫ എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി M. രജിന നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുച്ചിറി മുറിയണ്ണാക്ക് സൗജന്യ ശസ്ത്രക്രിയ ക്യാമ്പ് ജൂൺ 21 കോഴിക്കോട് വണ്ടിപ്പേട്ട സാൻ ഡെന്റൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സെന്ററിൽ നടക്കും. ക്യാമ്പിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ smiletrain@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടാം. ജന്മനാ ഉണ്ടാകുന്ന ഒരു വൈകല്യമുണ്ട്, മുച്ചിറി അല്ലെങ്കിൽ മുറിയണ്ണാക്ക്. അത് ഏകദേശം നമ്മുടെ നാട്ടില് 700 കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞിനാണ് ഇങ്ങനെ പ്രയാസമായിട്ട് ജനിക്കുന്നത്. ഇവരുടെ ചികിത്സ എന്ന് പറയുന്നത് ആദ്യ ആഴ്ചയിൽ തുടങ്ങി ഒരു 18 വയസ്സ് വരെ നീണ്ടു നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിലൊരു കളക്റ്റീവായിട്ടുള്ള ഒരു എഫേർട്ടാണ് ഇതിലുണ്ടാവുക. ഞാൻ ഇതിന്റെ പ്രോജക്ട് ഡയറക്ടറാണ്, ഇതിന്റെ ഓപ്പറേറ്റിംഗ് സർജറി കൂടിയാണ്, സർജറി ചെയ്യുന്ന ഡോക്ടറാണ്. 300-ലേറെ മുച്ചിറി മുറിയണ്ണാക്ക് സർജറികൾ നടത്തിയ പ്രമുഖ മാക്സിലോ ഫേഷ്യൽ സർജൻ നിഖിൽ ഒ ഗോവിന്ദൻ ക്യാമ്പിന് നേതൃത്വം നൽകും. സ്മൈൽ ട്രെയിൻ, സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ, JCI കോഴിക്കോട് എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തുന്നത്. ക്യാമ്പിൽ എത്തുന്ന കുട്ടികൾക്കുള്ള എല്ലാവിധ സർജറികളും തുടർ ചികിത്സയും തീർത്തും സൗജന്യമാണെന്ന് സംഘാടകർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും ക്യാമ്പിൽ പേര് രജിസ്റ്റർ ചെയ്യാനും 8848318616 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ടാണ് ഈ ചികിത്സ എല്ലാം തന്നെ ഇവർക്ക് കൊടുക്കുന്നത്. ഇപ്പോഴും നമ്മുടെ നാട്ടില് നിരവധി ഫാമിലീസിന് ഈ അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് അവര് അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ബാംഗ്ലൂർ അവിടെ നിന്നൊക്കെ നമുക്ക് വരുമ്പോൾ ഇവിടെ നിന്നുള്ള പേഷ്യൻസ് ആണ് അധികം അങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ നിഖിൽ ഒ ഗോവിന്ദൻ, അസ്ന അഷറഫ്, മുഹമ്മദ് മുസവീർ, മുഹമ്മദ് അസ്ലം എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹൃദയമിടിപ്പിന്റെ താളം തെറ്റലിനുള്ള നൂതന ചികിത്സയായ പൾസ് മീഡിയ അബ്ലേഷൻ മെട്രോമെഡിൽ ആരംഭിച്ചു. PFI ഇന്ത്യയിൽ ആദ്യമായി മെട്രോമെഡിൽ വിജയകരമായി നടത്തിയെന്നും കുറഞ്ഞ സമയത്തിനുള്ളിൽ ചികിത്സ പൂർത്തിയാക്കാനാകുമെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. നമ്മുടെ ഹൃദയത്തിൽ ആക്ച്വലി സൈനസ് നോഡ് എന്ന് പറയുന്നിട്ടുള്ള ഒരു പേസ് മേക്കർ ഉണ്ട്. ഇവിടെ നിന്നാണ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് ആക്ച്വലി ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ജനറേറ്റ് ചെയ്ത് ആ ഇലക്ട്രിക്കൽ കേബിൾ വഴി ഹൃദയത്തിന്റെ എല്ലാ മസിലുകളിലും എത്തുമ്പോഴാണ് ഒരു ബീറ്റ് ആയിട്ട് അത് കൺവേർട്ട് ആകുന്നത്. അപ്പൊ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസിനെ ഒരു മെക്കാനിക്കൽ ഫോഴ്സ് ആയിട്ട് മാറ്റുന്നതാണ് ഈ പേസ് മേക്കർ ചെയ്യുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഹൃദയമിടിപ്പിന്റെ താളപ്പിഴകൾ ശരിയാക്കാനുള്ള നൂതന ചികിത്സ പൾസ് ഫീൽഡ് അബ്ലേഷൻ മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയാക് സെന്ററിൽ ആരംഭിച്ചു. ഹൃദയതാളം തെറ്റിക്കുന്ന ഇലക്ട്രിക്കൽ സർക്യൂട്ട് പ്രത്യേക കത്തീറ്റർ സഹായത്തോടെ ഇല്ലാതാക്കുന്നതാണ് ഈ ചികിത്സ. ഹൃദയം വേഗത്തിലും ക്രമരഹിതമായും ഇടിക്കുന്ന ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന രോഗം ലോകത്ത് വർദ്ധിച്ച സാഹചര്യത്തിൽ കണ്ടെത്തിയ പുതിയ ചികിത്സാ രീതിയായ PFI ഇന്ത്യയിൽ ആദ്യമായി വിജയകരമായി നടത്തിയത് മെട്രോമെഡിലാണെന്ന് ചെയർമാൻ ഡോക്ടർ PP മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. ഹൃദയത്തിന്റെ മിടിപ്പുകളിലെ താളപ്പിഴവുകൾ ഒരുപാട് ടൈപ്പുകളുണ്ട്. അതിൽ സിമ്പിൾ ആയിട്ടുള്ള താളപ്പിഴവുണ്ട്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള താളപ്പിഴവുണ്ട്.
അതിൽ ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു താളപ്പിഴവാണ്. ആ താളപ്പിഴവിനുള്ള ചികിത്സയാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഇതിന്റെ മുൻപും അതിന് ചികിത്സകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ ചികിത്സ എന്ന് വെച്ചാൽ ഒരു 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ സമയമെടുത്ത് ഈ ഹൃദയത്തിന്റെ താളപ്പിഴവുകളുടെ ഓരോരോ ലൊക്കേഷൻ ഹൃദയത്തിൽ കണ്ടുപിടിച്ച് അതിനെ കരിയിച്ച് കളയുന്ന രീതിയിലുള്ള ചികിത്സയായിരുന്നു. അത് ഞങ്ങൾ 5-8 വർഷം 10 വർഷമായിട്ട് ഇവിടെ ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ PFA എന്ന നൂതന ചികിത്സ കൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെറും 1/2 മണിക്കൂർ കൊണ്ട് ഈ ചികിത്സ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറഞ്ഞ സമയം കൊണ്ട് ചികിത്സ പൂർത്തിയാക്കാനാകുമെന്ന് സീനിയർ കാർഡിയോളജിസ്റ്റും ഇലക്ട്രോഫിസിയോളജിസ്റ്റുമായ ഡോക്ടർ അരുൺ ഗോപി പറഞ്ഞു. ഏത് പ്രായക്കാരിലും ഈ ചികിത്സ നടത്താം. മെട്രോമെഡിൽ ആദ്യ ദിവസം 3 പേരിൽ ചികിത്സ വിജയകരമായി നടത്തിയെന്നും ആശുപത്രി അധികൃതർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ശ്രീലക്ഷ്മി സ്വയം സഹായ സംഘം 21ാം വാർഷികാഘോഷവും കുടുംബസംഗമവും എലത്തൂർ നിയോജക മണ്ഡലം MLA വിദ്യാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കക്കോടി ഗ്രാമപഞ്ചായത്ത് അംഗം നീനു ബിനോയ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഏറാടിക്കുളങ്ങര സന്തോഷ് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ സംഘം അംഗങ്ങളായ വിശ്വനാഥൻ മാസ്റ്റർ, അപ്പുക്കുട്ടൻ നായർ, അരങ്ങിൽ ബാലകൃഷ്ണൻ നായർ, പ്രേമരാജൻ മേലോട്ട്, ബൈജു ചെറുക്കടത്ത്, അശോകൻ, യേശു പത്മൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. 2025-26 വർഷത്തെ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ ഫെയ്ക്ക ഫാത്തിമ, യമോ, സന ഫാത്തിമ എന്നീ കുട്ടികളെയാണ് ദയാ കാഞ്ഞിരമുക്കിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. പ്രസിഡന്റ് അബൂബക്കർ, സെക്രട്ടറി മുഹമ്മദ് മാസ്റ്റർ, സുബൈർ, ന്യൂസ് 20, അബ്ദുള്ള എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ അഭിഭാഷകരുടെയും പ്രോസിക്യൂട്ടർമാരുടെയും നിയമനങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാകരുതെന്ന സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച്. ഇന്ധനവില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പാചകവാതക ഗ്യാസിന് പകരം വേറെ എന്തെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്ന് CMP സംസ്ഥാന സെക്രട്ടറി CN വിജയകൃഷ്ണൻ. ഷീല കറുവച്ചാലിൽ രചിച്ച അർജുൻ എന്റെ മകൻ പുസ്തക പ്രകാശനം ജൂൺ 13 കണ്ണാടിക്കലിൽ. ഈ മൊയ്തു മൗലവി മ്യൂസിയം ദേശീയ ചരിത്ര മ്യൂസിയമാക്കണമെന്ന് സാഹിത്യകാരൻ UK കുമാരൻ. മുച്ചിറി മുറിയണ്ണാക്ക് സൗജന്യ ശസ്ത്രക്രിയ ക്യാമ്പ് ജൂൺ 21 കോഴിക്കോട്ട് വണ്ടിപ്പേട്ടയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.